തൃശൂർ കുന്നംകുളം റോഡിൽ പൊടിശല്യം രൂക്ഷം. റോഡിലെ കുഴികളിൽ തള്ളിയ ക്വാറി വേസ്റ്റാണ് യാത്രക്കാർക്ക് ദുരിതമായത്. അകമല സെന്ററിലെ മണ്ണിടിച്ചൽ ഭീഷണിയുള്ള പ്രദേശത്തെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് നഗരസഭ പ്രത്യേക യോഗം ചേർന്നു. വാസയോഗ്യമല്ലാതായി 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 യുവാക്കളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശികളായ ഇർഷാദ്, ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് 60ഓളം ATM കാർഡുകൾ കണ്ടെടുത്തു. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. കാക്കാത്തിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി റിവർ സ്ലൂയിസ് തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. കരുവന്നൂർ കുറുമാലി പുഴകളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ വൃക്ക ദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിനായി അപേക്ഷകൾ നൽകിയത് 7 പേർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. കുഴികൾ അടയ്ക്കാൻ കൊണ്ടിട്ട കോൺക്രീറ്റ് മിശ്രിതം ഉണങ്ങിയിളകിയതോടെ കുന്നംകുളം കേച്ചേരി റോഡിൽ പൊടിശല്യം രൂക്ഷം. ബസ്സുകളിലും ഇരുചക്രവാഹനങ്ങളിൽ പോകുന്നവരുമാണ് രൂക്ഷമായ പൊടിശല്യം അനുഭവിക്കുന്നത്. മഴ നിന്നപ്പോൾ പൊടിശല്യം രൂക്ഷമായ തൃശൂർ കുന്നംകുളം റോഡിലെ തൂവാനൂരിൽ കോടമഞ്ഞിറങ്ങുന്ന കാഴ്ച പോലെയാണ് കോൺക്രീറ്റ് പൊടി പാറിക്കളിക്കുന്നത്. റോഡിലെ കുഴികൾ അടയ്ക്കാനെന്ന പേരിൽ കുഴികളിൽ തള്ളിയ ക്വാറി വേസ്റ്റ് വെയിലത്ത് പാറിപ്പറക്കുകയാണ്. കുഴികൾ കൊണ്ട് നിറഞ്ഞ റോഡിലെ യാത്ര ദുരിതമായി തുടരുകയാണ്. പൊടി ശ്വസിച്ച് പല യാത്രക്കാർക്കും ശ്വാസമുട്ട് അനുഭവിക്കുകയാണ്. മഴ മാറി നിന്ന സാഹചര്യത്തിൽ ടാറിംഗ് നടത്തി കുഴികൾ അടയ്ക്കാൻ ശ്രമിക്കാതെ പൊടി ശ്വസിച്ച് മരിക്കുവാനാണ് ചൂണ്ടൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന തങ്ങളുടെ വിധിയെന്ന് യാത്രക്കാർ പറയുന്നു. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സംസ്ഥാന സർക്കാർ 59 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ കുഴികളടച്ച് ടാറിംഗ് നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുവാനാണ് പണം ഉപയോഗിക്കേണ്ടതെന്നും കുഴികളടയ്ക്കാൻ ക്വാറിപ്പൊടിയിട്ട് റോഡ് മുഴുവൻ പൊടി പാറിക്കുവാനല്ലെന്ന് അധികൃതരും കരാറുകാരനും തിരിച്ചറിയണമെന്നും നാട്ടുകാർ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം തൃശൂർ റോഡ് തകർച്ചയ്ക്കെതിരെ BJP ജില്ലാ നേതാക്കൾ വെള്ളിയാഴ്ച ചൂണ്ടൽ സെന്ററിൽ ഉപവാസം നടത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം BJP സംസ്ഥാന വക്താവ് ശ്രീ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ അറിയിച്ചു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ KSTPയുടെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണ പ്രവർത്തികൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം വരെയുള്ള റോഡിലാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണം നടക്കുക. നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കുന്നതല്ല. നിശ്ചയിച്ച സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭ 16-ാം ഡിവിഷനിലെ അകമല സെന്ററിലെ മണ്ണിടിച്ചൽ ഭീഷണിയുള്ള പ്രദേശത്തെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് നഗരസഭ പ്രത്യേക യോഗം ചേർന്നു. നിലവിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ജിയോളജിസ്റ്റ് ജില്ലാ ഓഫീസർ ഡോക്ടർ മനോജ്, സോയിൽ ടെസ്റ്റ് ജില്ലാ ഓഫീസർ ബിന്ദു നായർ എന്നിവർ വിശദീകരിച്ചു. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിന് സർക്കാരിലേക്ക് പ്രത്യേക TPR തയ്യാറാക്കി നൽകും. മണ്ണിടിച്ചിലിനെ തുടർന്ന് വാസയോഗ്യമല്ലാതായ തെക്കേപ്പുറം വീട്ടിൽ സതീഷ്, കോമളം എന്നിവരുടെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനു വേണ്ട നടപടിയെടുക്കുമെന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ യോഗത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കനത്ത മഴ ഉണ്ടാവുകയാണെങ്കിൽ അകമല നിവാസികൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. യോഗത്തിൽ ഹൈഡ്രോളജിസ്റ്റ് വിഭാഗം ഓഫീസർ ലീന, തഹസിൽദാർ അനുപമൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് 11.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 യുവാക്കളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശികളായ ഇർഷാദ്, ഷഫീഖ് എന്നിവരാണ് കൊരട്ടി SHO അമൃത് രംഗന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മേലൂർ കൂവക്കാട്ട് സ്വദേശി ജെറിനിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത്. മൊബൈൽ ഫോൺ വഴി നൽകിയ ലിങ്കിൽ ജോയിൻ ചെയ്ത ജെറിന്റെ വിശ്വാസം ആർജിക്കുവാൻ പ്രതികൾ ചെറിയ ടാസ്കുകൾ നൽകുകയും ആദ്യഘട്ടത്തിൽ ലാഭത്തോടുകൂടി പണം തിരികെ അക്കൌണ്ടിലേക്ക് നൽകി ജെറിന്റെ വിശ്വാസം നേടിയെടുത്തു. തുടർന്ന് ടാസ്ക് ചെയ്യുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും
പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിൽ ലാഭവിഹിതമടക്കമുള്ള തുക കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പലവട്ടമായി ജെറിൻ 11.5 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. സ്ക്രീനിൽ ക്രെഡിറ്റായ 22 ലക്ഷം രൂപ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടത്. ഇതോടെ കൊരട്ടി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. പ്രതികളിൽ നിന്ന് 60ഓളം ATM കാർഡുകൾ കണ്ടെടുത്തു. അന്വേഷണ സംഘത്തിൽ CPOമാരായ PK സജീഷ് കുമാർ, നിതീഷ് എന്നിവരും ഉണ്ടായിരുന്നു. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കത്തിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കനോലി കനാലിന്റെ പഴയ കടവിലാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇവിടെയാണ് വഞ്ചി അടുത്തിരുന്നത്. കോട്ടപ്പുറം, കണ്ടശങ്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോയിരുന്നതുമെല്ലാം ഈ കടവ് വഴിയാണ്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തൃപ്രയാർ, ഏനാമാവ്, കയ്പമംഗലം എന്നിവിടങ്ങളിലായി 3 ബോട്ട് ജെട്ടികളാണ് നിർമ്മിക്കുന്നത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് നിർമ്മിക്കുന്നത്. ഇതിനോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നുണ്ട്. 90 ലക്ഷം രൂപയാണ് പദ്ധതി തുക. ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. 3 ബോട്ട് അടുക്കുന്ന കേന്ദ്രങ്ങൾ, ചരക്കെടുക്കുന്ന കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്നാണ് തീരുമാനിക്കപ്പെട്ടുള്ളത്. അതിൽ ആദ്യത്തെ കേന്ദ്രത്തിന്റെ പണിയാണ് ഇപ്പോൾ കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തിന്റെ സംയുക്തമായി നടുവിലായി ഇപ്പോൾ ആരംഭിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 3 മീഡിയം മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായി നടക്കുക എന്നുള്ളതാണ്. ജില്ലയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനമാണ്. കോൺട്രാക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ വേഗത്തിൽ അദ്ദേഹം ഇത് പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കനോലി കനാലിലും നമ്മുടെ നാട്ടിലുള്ള വികസനത്തിനും ഒരു പുതിയ മാർഗമായി ഇത് മാറട്ടെ. TCV കയ്പമംഗലം. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് തുറന്ന് വെള്ളം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കി. വ്യാഴാഴ്ച വൈകിട്ട് 5 വരെ സ്ലൂയിസ് വാൽവ് തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കി. വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയും വാൽവ് തുറക്കും. സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇതുമൂലം 10 മുതൽ 12 സെന്റിമീറ്റർ വരെ പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ കരുവന്നൂർ, കുറുമാലി പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. മുക്കൈപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒരിടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു. എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ സജീവമായിട്ടുള്ളത്. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ ഒരു പഞ്ചായത്തിൽ മാത്രം 7 പേരാണ് വൃക്കദാനത്തിന് സന്നദ്ധരായത്. വൃക്കദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിനായി 7 അപേക്ഷകളാണ് ലഭിച്ചത്. അപേക്ഷകരെല്ലാം നിർധന കുടുംബങ്ങളിലെ വിവാഹിതരായ 35-നും 40-നും മധ്യേ പ്രായമുള്ളവരാണ്. സാക്ഷ്യപത്രം കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് രേഖകൾ ശരിപ്പെടുത്തുന്നതിന് റാക്കറ്റുകളുണ്ട്. 2020-ൽ അഴീക്കോട്, പുല്ലൂറ്റ്, എറിയാട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് വൃക്ക കച്ചവടം നടന്നിരുന്നു. 25ഓളം പേരാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അവയവ വ്യാപാര മാഫിയയുമായി ബന്ധപ്പെട്ട് വൻ തുകയ്ക്ക് വൃക്ക ദാനം ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് SP സുദർശന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും വൃക്കദാതാക്കളിൽ പലരും സ്ഥലം മാറി താമസിക്കുകയും മാഫിയ സംഘം പിൻവലിയുകയും ചെയ്തതോടെ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു. അകമലയിൽ വീണ്ടും കാട്ടാനിറങ്ങി. ബുധനാഴ്ച രാത്രിയിലാണ് അകമല വനപ്രദേശത്തോട് ചേർന്നുള്ള വീടുകളുടെ പറമ്പിൽ ആന എത്തിയത്. പൂക്കുന്നത്ത് ബാബുവിന്റെ വീട്ടുവളപ്പിലെത്തിയ ആന വാഴകൾ നശിപ്പിച്ചു, തെങ്ങും മറിച്ചിട്ടു. മേഖലയിൽ സ്ഥിരമായി ആനശല്യമുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു. അളഗപ്പ നഗർ വെണ്ടോ ശ്രീ ഭുവനേശ്വരി നമ്പൂരിയച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ശ്രീകോവിലിനും നാഗത്തറയ്ക്ക് മുൻപിലുള്ള ഭണ്ഡാരങ്ങളാണ് പൊളിച്ചത്. നാഗത്തറയ്ക്ക് മുൻപിൽ നിന്ന് ഭണ്ഡാരം കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 3 മാസം മുൻപാണ് ഭണ്ഡാരത്തിലെ പണം എണ്ണിത്തിട്ടപ്പെടുത്തിയെടുത്തത്. ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ യുവാവ് പിടിയിൽ. മാള കുരുവിലശ്ശേരി സ്വദേശി താനിയത്ത് പറമ്പിൽ റിസബാബുവിനാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. കോട്ടപ്പുറം മുസ്രിസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന
കോസി കഫേ എന്ന സ്ഥാപനത്തിൽ നിന്നും 2000 രൂപയാണ് പ്രതി കവർന്നത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് വെള്ളത്തേരി സ്വദേശി ജാബീർ, കൈതമാട്ടം സ്വദേശി തൌഫീഖ് എന്നിവരെയാണ് SI യു മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 90 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. MDM, കഞ്ചാവ് എന്നിവ വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് മുൻപും ഇവരെ പിടികൂടിയിരുന്നു. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. എളനാട്ടിൽ ഒന്നിലേറെ ഉരുൾപൊട്ടൽ ഉണ്ടായതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ. തിരുമണി കോളനി പ്രദേശത്തെ വാഴാട് തിരുമണി സാംസ്കാരിക നിലയം, എളനാട്ടിലെ മണ്ണാത്തിപ്പാറ എന്നിവയുടെ പരിസരങ്ങളിലാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. പ്രദേശത്തെ 14 ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുകയുണ്ടായി. മുൻ വർഷങ്ങളിലും ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ മലയോര ഗ്രാമമായ എളനാട്ടിലുണ്ടായിട്ടുണ്ട്. തിരുമണി സാംസ്കാരിക നിലയത്തിന് പിൻവശത്തെ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ തന്നെ മുൻകരുതലായി ആളുകൾ മാറി താമസിച്ചു. ഈ ഭാഗങ്ങളിൽ വലിയ പാറകൾ ഒഴുകിയെത്തിയെങ്കിലും വൻമരങ്ങളിൽ തടഞ്ഞു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മണ്ണാത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് രണ്ടാമത്തെ തവണയാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. 2018 ആദ്യം ഉരുൾപൊട്ടിയത്. തുടർന്ന് സമീപത്തെ മുളങ്കാട് ചിറയിൽ കല്ലും മണ്ണും ചെളിയും അടിഞ്ഞ് ഭാഗികമായി നിറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ചിറയുടെ മറുഭാഗവും നികന്നു. ചിറ ഉള്ളതുകൊണ്ട് താഴത്തെ ഭാഗത്തെ വീടുകൾ സുരക്ഷിതമായി. TCV ന്യൂസ്, ചേലക്കര. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ വീണ്ടും അപകടം. സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ പിക്കപ്പ് പിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്ത് നിന്ന് ചെർപ്പുളശ്ശേരിയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറിൽ കോട്ടയത്തു നിന്ന് വന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പിക്കപ്പ് തകരാറിലായതോടെ ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ പുറകുവശം തകർന്നു. വീടിന് പുറത്തിറങ്ങിയ ഉടൻ വീട് തകർന്നു വീണു. ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. കിഴുപ്പള്ളിക്കര തിരുത്തേക്കാട് പാലത്തിങ്കൽ പ്രിൻസിന്റെ വീടാണ് തകർന്നു വീണത്. കൂലിപ്പണിക്കാരനായിരുന്ന പ്രിൻസ് പണിയില്ലാതിരുന്നതിനാൽ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായിരുന്നു. തുടർന്ന് കടയിലേക്ക് പോകാനായി പുറത്തിറങ്ങി മിനിറ്റുകൾക്കുള്ളിലാണ് ടെറസ് വീട് വലിയ ശബ്ദത്തോടെ നിലം പൊത്തിയത്. വീഴ്ചയുടെ ആഘാതത്തിൽ വീട്ടുപകരണങ്ങളടക്കം നശിച്ചു. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലം റേഷൻ കടയ്ക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ മങ്ങാട് തോട്ടുപാലം സ്വദേശികളായ ശരത്ത്, അനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയും എതിർ വശത്തുനിന്നും വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ ശരത്ത്, അനീഷ് എന്നിവരെ നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊരട്ടി വഴിച്ചാൽ പാടശേഖരത്തിൽ വീണ്ടും നെൽകൃഷി ആരംഭിക്കും. 7 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ ഇക്കുറി കൃഷി ഇറക്കുന്നതിന് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിലും മറ്റൊരു കർഷകനായ കെ സുരേഷും ചേർന്നാണ്. ഇതിനുള്ള നാറ്റടികൾ കിൻഫ്ര വ്യവസായ പാർക്കിനോട് ചേർന്ന കരഭൂമിയിൽ തയ്യാറാക്കി. തരിശുരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊരട്ടി കൃഷിഭവന്റെ സഹായത്തോടെയാണ് നെൽകൃഷി. നടീൽ ഉത്സവം വെള്ളിയാഴ്ച നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ പറഞ്ഞു. SH മഠത്തിൻ്റെ ഉടമയിലുള്ള ഒരു കൃഷി സ്ഥലമാണ്. എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തരിശുരഹിത കേരളം, തരിശുരഹിത ബ്ലോക്ക് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 വർഷമായിട്ട് അതായത് കൃഷി ഞാൻ നേരിട്ട് അവരോട് പോയി കൃഷി ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ തമിഴ്നാട് സീഡ് അതോറിറ്റിയിൽ നിന്ന് 180 കിലോ വിത്ത് 55 രൂപ വില കൊടുത്ത് ഇവിടെ എത്തിച്ചു. അത് മുഴുവൻ ഞാറ്റടി തയ്യാറാക്കിയപ്പോൾ ആ ഞാറ്റടി പ്രകൃതിയുടെ ദോഷം കൊണ്ട് അത് പോയി. അപ്പോൾ നശിച്ചു പോകാനുള്ള കാരണം മഴ ശക്തമായി പെയ്തുകൊണ്ടാണ് പോയത്. മുൻകാലങ്ങളിൽ ഞാറ്റടി തയ്യാറാക്കണം, ഞാറ്റടി സ്ഥലത്തായിരുന്നു ഞാറ്റടി തയ്യാറാക്കിയത്. ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിച്ചു വരുന്ന ബ്ലൂ മിസ്റ്റി കൺസൾട്ടൻസി വഴി വിദേശ രാജ്യങ്ങളായ അയർലൻഡ്, പോർച്ചുഗൽ എന്നിവിടങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതി ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായി. അവിട്ടത്തൂർ സ്വദേശി ചോളിപ്പറമ്പിൽ സിനോബാണ് അറസ്റ്റിലായത്. തട്ടിപ്പിന് ശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. SHO അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർമാരായ K അജിത്ത്, CA ക്ലീറ്റസ്, ASI സുനിത, ഷീജ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിനുലാൽ, ലൈജു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
പെരിഞ്ഞനത്ത് പെയിന്റിംഗ് തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി പുഴങ്കരയില്ലത്ത് അടിമക്കുഞ്ഞി മകൻ 46 വയസ്സുള്ള സുധീറാണ് മരിച്ചത്. പെരിഞ്ഞനം നെടുമ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ പെയിന്റിംഗ് ജോലിക്കിടെ പ്രഷർ പമ്പിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 40 ലക്ഷം രൂപ ചെലവിട്ട് കുംഭകോണം ഗുരുവായൂരപ്പ ഭക്തസമിതി വഴിപാടായി നിർമ്മിച്ചു നൽകിയ നടപ്പുര സമർപ്പിച്ചു. കിഴക്കേ ഗോപുരം മുതൽ ഭഗവതി ക്ഷേത്രം വരെ നടപ്പന്തൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം ചോറൂണിന് വരി നിൽക്കുന്നതിന് സ്ഥാപിച്ച എടുത്തുമാറ്റാവുന്ന തരത്തിലുള്ള വരി സംവിധാനം, കിഴക്കേ ഗോപുരത്തിന് മുന്നിലെ തൂണുകളിലെ വെള്ളിപ്പാളികൾ പോളിഷ് ചെയ്തത് എന്നിവയാണ് സമർപ്പിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വഴിപാടുകളുടെ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറ്റിലപ്പിള്ളി IAS സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. ചിറ്റിലപ്പിള്ളി IAS സ്കൂളിലെ LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ ചേർത്തുവെക്കലിൽ നിന്നും സ്വരുക്കൂട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. 1,36,000 രൂപ പ്രിൻസിപ്പാൾ സുജാതയും വിദ്യാർത്ഥികളും ചേർന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറി. IAS മാനേജ്മെന്റ് അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ്, ട്രഷറർ CA ജിനി, പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പാൾ ഷീല വർഗീസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജില്ലാ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃപ്രയാറിൽ നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ റസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് PN സുചിന്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബബിൽ നാഥ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. 400-ലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ജില്ലാ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി സാൻഡ്ര ഐറിന് സ്വർണം. അണ്ടർ 15-ൽ 42 കിലോയിലാണ് സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാൻഡ്ര കുറ്റിക്കാട്ടിൽ റിനോൾഡ് തോമസ് ആതിര ദമ്പതികളുടെ മകളാണ്. അജി കടങ്ങോട്, ഫിർദൌസ് എന്നിവരാണ് പരിശീലകർ. സംസ്ഥാന കായികമേള ജൂഡോ മത്സരത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. കനത്ത വെള്ളച്ചാട്ടത്തിന് നടുവിൽ പോറൽ പോലും ഏൽക്കാതെ നിന്ന അതിരപ്പിള്ളിയിലെ ഷെഡ് ഇക്കുറിയും വിനോദസഞ്ചാരികൾക്ക് അത്ഭുതമായി. കാലവർഷത്തിന്റെ കലിതുള്ളലിൽ ദിവസങ്ങളോളം നിന്ന വെള്ളത്തിന്റെ കുലം കുത്തിപ്പാച്ചിൽ. തെക്ക് വടക്ക് പാറക്കെട്ടിലൂടെ വെള്ളം താഴേക്ക് കുതിച്ചു ചാടിയിട്ടും 6 തേക്കുകാലുകളിൽ നിർമ്മിച്ചിരിക്കുന്ന VSS പ്രവർത്തകരുടെ കാവൽപ്പുരയ്ക്ക് ഇക്കുറിയും കോട്ടം സംഭവിച്ചില്ല. ഷെഡിന് ഇരുഭാഗത്തുകൂടിയും വെള്ളമൊഴുകി. ശക്തമായ വെള്ളച്ചാട്ടമാണെങ്കിലും മറ്റെല്ലാം പഴയപടിയായി. ഇവിടത്തെ ഷെഡിന്റെ പ്രവർത്തനവും പാമ്പൻ പാലത്തിന്റെ ഉറപ്പാണെന്ന് പറയുന്ന ഇതിന്റെ നിർമ്മാണത്തിൽ തെല്ലും അതിശയോക്തിയില്ലെന്നതാണ് വാസ്തവം. അതിരപ്പള്ളിയിലെ VSS പ്രവർത്തകരുടെ കൂർമ്മബുദ്ധിയിൽ 2005-ലാണ് ഷെഡ് കെട്ടിയത്. വെള്ളച്ചാട്ടം സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് ഷെഡ് കെട്ടിയുണ്ടാക്കുമ്പോൾ ഒരു സൂത്രവിദ്യ പ്രയോഗിച്ചു എന്ന് മാത്രം. വെള്ളച്ചാട്ടത്തിന് മുകളിൽ 2 നീളൻ പാറകൾ നൽകുന്ന സംരക്ഷണത്തിലാണ് ഷെഡ് നിർമ്മിച്ചത്. വലിയ തോതിലെത്തുന്ന വെള്ളം ഈ പാറയിൽ തട്ടി വഴി മാറുന്നതാണ് ഇവിടത്തെ പ്രത്യേകത. 2018-ലെ പ്രളയത്തിൽ പക്ഷേ ഷെഡിന് പിടിച്ചു നിൽക്കാനായില്ല. 2.5 മീറ്റർ ഉയരത്തിൽ ചാടിയ വെള്ളത്തിൽ ഷെഡിന്റെ മേൽക്കൂര ഒഴുകിപ്പോയെങ്കിലും അധികം വൈകാതെ ഷെഡ് പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനം കോട്ടപ്പടി ചെമ്മണ്ണൂർ ഡേവിഡ്സൺ മെമ്മോറിയൽ ആശുപത്രിയിൽ ആരംഭിക്കുന്ന അഭയഭവൻ വയോജന കേന്ദ്രം കൂദാശ ഈ മാസം 11-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയും യൂലിയോസ് തിരുമേനിയും ചേർന്ന് ആശീർവാദം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, ഫാദർ സക്കറിയ കൊള്ളന്നൂർ, സ്റ്റാൻലി ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പീച്ചി ഡാം തുറന്നുവിട്ട് വെള്ളപ്പൊക്കം സൃഷ്ടിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. DCC അംഗം KC അഭിലാഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ, ML ബേബി, TL രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നൽകാൻ ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു. അടിയന്തര കൌൺസിൽ യോഗം വിളിച്ചു ചേർത്താണ് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 1/4 കോടി രൂപ നൽകാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചത്. ഇതിനു പുറമെ കൌൺസിലർമാരുടെ ഒരു മാസത്തെ ഓണറേറിയം, ജീവനക്കാരുടെ വിഹിതം, ഹരിത കർമ്മസേന, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, താൽക്കാലിക ജീവനക്കാരുടെ വിഹിതം എന്നിവയും നൽകും. വയനാട് ദുരിതബാധിതർക്ക് കൌൺസിലർ നിഷി പുഷ്പരാജ് 25,000 രൂപ നൽകി. ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, AS മനോജ്, KP ഉദയൻ, AM ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി അധ്യാപക ജോലി രാജിവെച്ച് മുഴുവൻ സമയ പൊതുപ്രവർത്തകനായ MT ലാസറിന്റെ 26ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മാളയിൽ അനുസ്മരണം സംഘടിപ്പിക്കും. പൌരാവലിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, ഷാൻഡി ജോസഫ് തട്ടകത്ത്, KC വർഗീസ്, ഡേവിസ് പാറേക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലവെള്ളപ്പാച്ചിലിന്റെ ഭീകരത അകന്നതോടെ വിനോദസഞ്ചാരികൾ പുഴതീരങ്ങളിലെത്തി തുടങ്ങി. കുടുംബസമേതം ചാലക്കുടി കൂടപ്പുഴയിൽ ആറാട്ടുകടവിൽ നിരവധി പേരാണ് എത്തുന്നത്. ഡാമുകളിൽ നിന്നും അനിയന്ത്രിതമായി വെള്ളം തുറന്നുവിടുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ചാലക്കുടി പുഴയിലെ ശ്രദ്ധാകേന്ദ്രമാണ് കൂടപ്പുഴ ആറാട്ടുകടവ്. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന കായികമേള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. പ്രധാന അധ്യാപിക ശ്രീജാബായ്, PTA പ്രസിഡന്റ് OV ഷനോജ്, അധ്യാപിക അനുഗ്രഹ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചിങ്ങ മഹോത്സവാഘോഷ കമ്മിറ്റിയുടെ ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരത്തിന് വാദ്യവിസ്മയം ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 17-ന് സമ്മാനിക്കും. മഞ്ജുലാൽ പരിസരത്ത് നടക്കുന്ന മഞ്ജുലാൽ തറ മേളത്തിന് വാദ്യ പ്രവീൺ ഗുരുവായൂർ ജയപ്രകാശ് പ്രമാണികത്വം വഹിക്കും. GK പ്രകാശൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ശ്രീധരൻ മാമ്പുഴ, ഗുരുവായൂർ ജയപ്രകാശ്, ജയറാം അലക്കൽ, മുരളി അകമ്പടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനായി ഗുരുവായൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ നൽകി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ചെക്ക് ഏറ്റുവാങ്ങി. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, AS മനോജ്, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിത കർമ്മസേന ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. 38 പേരുടെ വേതനമായ 17,000 രൂപയാണ് നൽകിയത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലിന് ഹരിത കർമ്മസേന ഭാരവാഹികൾ തുക കൈമാറി. എറവ് അഞ്ചാംകല്ല് സ്റ്റേറ്റ് ബാങ്കിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവാകുന്നു. വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന റോഡിന്റെ അടിവശത്തു നിന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്നത് മൂലം റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. പൊതുപൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകാൻ തുടങ്ങിയിട്ടും നാളുകളേറെയായെങ്കിലും കുടിവെള്ള ചോർച്ച പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ്. 4 സ്ത്രീകളും കേന്ദ്രം നടത്തിപ്പുകാരനും ഉൾപ്പെടെ 3 പുരുഷന്മാരും പിടിയിലായി. ചന്തപുരയിൽ AEO ഓഫീസ് പരിസരത്തുള്ള മൂൺ അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് നടന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. സ്ത്രീകളെ സ്ഥിരമായി താമസിപ്പിച്ചാണ് വാണിഭ കേന്ദ്രം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. അപ്പാർട്ട്മെന്റ് നടത്തിപ്പുകാരനായ ഇബ്രാഹിം, സന്ദർശകരായ സലീം, രഞ്ജിത്ത് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്ത്രീകളെ താക്കീത് നൽകി വിട്ടയച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,350 രൂപ, പവന് 50,800 രൂപ.
വെള്ളി ഗ്രാമിന് 86 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3092 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കുന്നംകുളം റോഡിൽ പൊടിശല്യം രൂക്ഷം. റോഡിലെ കുഴികളിൽ തള്ളിയ ക്വാറി വേസ്റ്റാണ് യാത്രക്കാർക്ക് ദുരിതമായത്. അകമല സെന്ററിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശത്തെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് നഗരസഭ പ്രത്യേക യോഗം ചേർന്നു. വാസയോഗ്യമല്ലാതായ 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 യുവാക്കളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശികളായ ഇർഷാദ്, ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് 60ഓളം ATM കാർഡുകളും കണ്ടെടുത്തു. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. കാക്കാത്തിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി റിവേഴ്സ് ലൂയിസ് തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. കരുവന്നൂർ, കുറുമാലി പുഴകളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ വൃക്ക ദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിനായി അപേക്ഷകൾ നൽകിയത് 7 പേർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.